ഒരു മാസം ലോണിൻ്റെ EMI $750 ഈ വണ്ടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ $500 ഇൻഷുറൻസും അടയ്ക്കുന്നുണ്ട്. പിന്നെ കാർ വാഷ്, ഇൻറ്റീരിയർ ക്ലീനിങ്, ഇലക്ട്രിസിറ്റി ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 250 കൂടിയും കൂട്ടിയാൽ ഒരു മാസം $1500 എനിക്ക് ഈ കാറിന് മുകളിൽ ചിലവുണ്ട്. എൻ്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം $5000 എൻ്റെ കയ്യിൽ കിട്ടുക. ഈ കിട്ടുന്ന സാലറിയുടെ അകത്ത് എൻ്റെ വണ്ടിയുടെ ലോണും ചിലവുകളും ഞാൻ കൊടുക്കാൻ നിന്നാൽ ഈ കാർ ലോൺ ഒരു ബാഡ് ഡെപ്റ്റ് ആണ്. പക്ഷേ ഈ കാർ ലോൺ അടയ്ക്കാനുള്ള ഈ പൈസ കാറ് വെച്ച് തന്നെ ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നു മാത്രമല്ല എൻ്റെ ബാഡ് ഡെപ്റ്റ് ഗുഡ് ഡെപ്റ്റ് ആവുകയും ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ എൻ്റെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞാൻ ഊബർ ഓടിക്കും. അതിൽ നിന്ന് എനിക്കൊരു $80 to $100 ആവറേജ് ഏർണിങ്സ് കിട്ടാറുണ്ട്. പിന്നെ വീക്കെൻഡ്സ്, സാറ്റർഡേസ് ആൻഡ് സൺഡേസ് കുറച്ച് എക്സ്ട്രാ ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 8 to 10 hours ഊബറും ലിഫ്റ്റൊക്കെ ഓടിച്ചിട്ട് ഒരു $500 അടുത്ത് ഏകദേശം ഞാൻ ഏൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ആവറേജ് ഒരു $750 ഒരാഴ്ച ഏൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസം $3000 ഇൻകം എനിക്ക് ഈ കാറിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ലോണും ഇൻഷുറൻസ് ഒക്കെ ചിലവായാലും തന്നെ ഏകദേശം ഒരു $1500 പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഈ വണ്ടി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ക്യാഷ് ഫ്ലോയുടെ പുറകെ പോകുമ്പോൾ എനിക്ക് മിസ്സാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വീക്കെൻഡ്സിൽ ഈ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അവരുടെ കൂടെ ചില്ല് ചെയ്യാൻ പോകാൻ പറ്റാറില്ല. 2, വീക്ക് ഡേയ്സിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ബെഡിൽ ചുമ്മാ ഫോണിൽ റീൽസ് നോക്കി കിടക്കാനുള്ള സമയം കിട്ടാറില്ല. റീൽസും കണ്ടുകൊണ്ടിരുന്ന ആരും വീട്ടിൽ കൊണ്ടൊന്നും പൈസയും തരില്ലല്ലോ.